ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പല ദിക്കുകളിലായിക്കൊണ്ട്, പല സ്ഥലത്തായിക്കൊണ്ട്, പല രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളോടുകൂടി ഭക്തന്മാര് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ പ്രവർത്തികള്, അതുപോലെ തന്നെ എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര്, അവരുടെയൊക്കെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് സത്സംഗം കൂടുവാനും, സത്സംഗം കൂടിയാലോ അവിടെ ഭഗവത് കഥകൾ പറയുവാനും പാടുവാനും കീർത്തനം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ഓരോ ദിവസങ്ങളിലും നമ്മൾ പ്രവർത്തികൾ, പലതരത്തിലുള്ള കർമ്മങ്ങൾ നമ്മളെ ബന്ധിപ്പിക്കുന്നു. ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ പോലും നമ്മൾ ആ കർമ്മത്തോട് ഒരു ഒട്ടലില്ലാതെ നമുക്ക് ഇരിക്കാൻ സാധിക്കുക. ഇതാണ് ഈ ആധ്യാത്മികമായിട്ടുള്ള ഏത് ശാസ്ത്രത്തിൻ്റെയും അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതാണ്. ആ ഒരു അജ്ഞത നമ്മളിൽ നിന്ന് വിട്ടുമാറാൻ നമുക്ക് സാധിക്കണം. പല സമയത്തും നമ്മളുടെ ഉള്ളിലുള്ള ഈ സത്വ രജ തമോ ഗുണങ്ങൾ നമ്മളെ കൊണ്ട് പലതും തോന്നിപ്പിക്കും. പക്ഷേ എല്ലാത്തിനും അടിസ്ഥാനമായിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ വർത്തിക്കുന്നതായിട്ടുള്ള ഈശ്വരനാണ് ചെയ്യിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളിൽ, അത് നമുക്ക് ഈ ആധ്യാത്മികമായിട്ടുള്ള സത്സംഗങ്ങളിലൂടെ അല്ലാതെ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. ആ സത്സംഗങ്ങളാണ് നമ്മളുടെ ഉള്ളിലുള്ള ദുർവാസനകള്, ദുർവിചാരങ്ങള്, ദുർവികാരങ്ങള് അതെല്ലാം ഇല്ലാണ്ടാക്കുന്നത്. അതിനൊരൊറ്റ മാർഗം ഈ സത്സംഗമല്ലാതെ നമ്മൾ തന്നെ ഇരുന്ന ശാസ്ത്രം പഠിച്ചേക്കാം, തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ആധ്യാത്മികതയിലേക്ക് എത്തിച്ചേരാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ആ ഒരു തന്നെ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് പലതരത്തിലുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ, മഹത്തുക്കളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ സത്സംഗങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ദുർവാസനകൾ, ദുർവിചാരങ്ങളെ ഒക്കെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഏതവസ്ഥയിലും അല്ലേ നമുക്ക് ഈ ഒരേ മനസ്സോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കും. എല്ലായിടത്തും ഉള്ള ആ നമ്മളുടെ ഭാവം മാറാത്ത രീതിയിൽ നമുക്ക് ആ കർമ്മങ്ങളെയൊക്കെ ചെയ്യാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ ചില സമയങ്ങൾ മാത്രം നമുക്ക് ഈശ്വരാരാധനയ്ക്കായിട്ട് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ, യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു എന്താണ് അതിനുവേണ്ടിയുള്ള ഒരു പ്രചോദനം എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും സദാസമയവും നമുക്ക് ഈശ്വരാരാധന നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നമുക്ക് ദ്വിതീയ സ്കന്ധത്തിൽ തുടങ്ങുമ്പോൾ തന്നെ സൂതൻ ഉപദേശിക്കുന്നതിന്റെ അന്തേ നാരായണ സ്മൃതി എന്നുള്ളതിന്റെ താല്പര്യം അതാണ്. അപ്പൊ ഇത് നമുക്ക് സദാസമയവും നമുക്ക് ഈ ഒരു ഭാവത്തിൽ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ സത്യത്തെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പം നമുക്ക് എന്തായി, നമ്മൾ ഒരു യന്ത്രമായിക്കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടുള്ള ആ ബോധസ്വരൂപൻ ഈശ്വരൻ എപ്പോഴും നമ്മളുടെ കൂടെ തന്നെയാണ് എന്നുള്ളൊരു ബോധത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയാകുമ്പം എല്ലാവരിലുമുള്ള ആ ഒരു കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിച്ചാൽ എന്താ, എൻ്റെ കണ്ണുകൾ
എൻ്റെ കാതുകള്, എൻ്റെ നാസികകള്, എൻ്റെ നാവ്, എൻ്റെ ത്വക്ക്, ഇതെല്ലാം ചെയ്യിക്കുന്നത് ആരാണ്? ആ ഈശ്വരനാണ് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ഉറവിടത്തിലൂടെയാണ് എൻ്റെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നതെന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വികാരങ്ങൾക്ക്, ഏത് വികാരമായിക്കോട്ടെ, സ്നേഹമായാലും ദ്വേഷമായാലും എല്ലാം അത് നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളുടെ സ്നേഹവും നമ്മളുടെ ദ്വേഷവും എല്ലാം ആരോടായിരിക്കണം? നമ്മളുടെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണനോട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിലൂടെ മാത്രം, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ദുഃഖമില്ല, അവിടെ അഹങ്കാരമില്ല, മറ്റു തരത്തിലുള്ള ഒരു രീതിയിലുള്ള ദുഃഖങ്ങൾ ഇതും നമ്മളെ ബാധിക്കുന്നില്ല അവിടെ. ആ ഒരു സത്യം നമ്മളെ എന്നും ഭഗവാൻ നമ്മളെ തോന്നിപ്പിക്കണേ, തോന്നിപ്പിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പതിവ് പോലെ അല്ലേ, പലതരത്തിൽ ദുഃഖം അനുഭവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കാറുള്ള ആ ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ദമ്പതിമാര്, മുത്തശ്ശൻ മുത്തശ്ശിമാര്, അച്ഛനമ്മമാര്, മക്കള്, ഗുരുക്കന്മാര്, ശിഷ്യന്മാര് എന്ന് വേണ്ട ധാരാളം തരത്തിലുള്ള ദുഃഖങ്ങളാണ് ലോകം ഇന്ന് മുമ്പോട്ട് കാണുന്നത്. അങ്ങനെയുള്ള ദുഃഖങ്ങളെല്ലാം, ആ ലോകത്തിൻ്റെ അമംഗളങ്ങളെയെല്ലാം ഇല്ലാണ്ടാക്കണേ എന്ന് നിസ്വാർത്ഥമായിക്കൊണ്ട് നമുക്ക് ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ